മരണമാസം എന്നുള്ള പടത്തിന്റെ ലൊക്കേഷനിൽ അവരാണ് കൊടുന്ന് കാണിക്കുന്നത്. ചേട്ടൻ വല്ലതും കാണുന്നുണ്ടോ, ഞങ്ങൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പേടിച്ചു എന്തെങ്കിലും കുഴപ്പമാണ് സത്യം അറിയത്തില്ല. അതിനുശേഷം ഞാൻ നോക്കാൻ തുടങ്ങി എവിടെ കൈ വെച്ചാലും ഈ പാട്ടാണ്. വേറൊരു കൺവിൻസ് പറയാമോ? സുരേഷ് അല്ല, നിഖില്. എന്റെ ദൈവം, നമ്മളെ കൺവിൻസ് ചെയ്ത് ഇരുത്തിക്കളയും. എനിക്ക് നിഖിലിനോട് ചിലപ്പോഴൊക്കെ എനിക്ക് ഇളങ്ങനെ പിടിച്ച് ഉരയ്ക്കാൻ തോന്നും. അങ്ങനത്തേക്ക് എനിക്ക് ദേഷ്യം തോന്നില്ല. മൾട്ടിപ്പിൾ പ്ലാൻസ് ഉണ്ട്. ഈ പ്ലാൻ കഴിഞ്ഞ ആ പ്ലാൻ, ആ പ്ലാൻ കഴിഞ്ഞ ഈ പ്ലാൻ, പ്ലാൻ സി. മൾട്ടിപ്പിൾ ടൈംസ്. എന്റെ ഭാര്യ ഞങ്ങൾ എവിടെയെങ്കിലും യാത്ര പോയാൽ അവർക്ക് ബഞ്ചി ജമ്പിങ്ങിന് പോകണം, സ്കൈ ഡൈവിങ്ങിന് പോകണം. അപ്പൊ ഞാൻ പറയാം എന്നെ ഏതെങ്കിലും ICU കയറ്റി കിടത്തിട്ട് പോകും. എനിക്കിത് കണ്ടിരിക്കാനുള്ള ധൈര്യം പോലും എനിക്ക് എന്നെ കൊണ്ടുപോകാന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞ താഴെ വരുമ്പോ എന്നെ സഞ്ജയനെ കൂടി അടിക്കണം. നാളെ മിക്കവാറും മമ്മൂക്ക ഡയറ്റ് ആയിരിക്കും. മമ്മൂക്ക ഡയറ്റിന് ഒരു ഡയറ്റ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം പുള്ളി എന്തും കഴിക്കും. അതിന്റെ ഒരു എന്താ പറയാ ക്വാളിറ്റി വളരെ കുറച്ചായിരിക്കും. വലിച്ചു വാരി തീറ്റ ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തും കഴിക്കും, പക്ഷെ അതിന്റെ ക്വാളിറ്റി കുറവായിരിക്കും. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ബി വിത്ത് രമ്യയിലേക്ക് സ്വാഗതം. ഇന്ന് ബി വിത്ത് രമ്യയിൽ ഇതേ കണ്ടല്ലോ, ഫ്ലാസ്ക് ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത്. പക്ഷെ ഇന്ന് നിങ്ങളുടെ കൂടെ ഇവിടെ ഫ്ലാസ്കിന്റെ പ്രൊമോഷൻ ഇരിക്കുമ്പോ എനിക്ക് ഒരു വല്ലാത്തൊരു സ്പെഷ്യൽ സന്തോഷം കൂടെയുണ്ട്. സൈജുവിന് അത് മനസ്സിലായിട്ടുണ്ടാവും തീർച്ചയായിട്ടും. രാഹുലിന് മനസ്സിലായി. മനസ്സിലായോ? അറിയില്ല, ഇല്ല, ഇവർക്കൊക്കെ ഫ്ലാസ്കില് സൈജു പാടുന്ന പാട്ട് നിഖില് പാടിയതാണ്. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് ഓവർ ടു സൈജു. പിന്നെ രാഹുൽ, എന്നാലും ഞങ്ങൾക്ക് പറയാനുള്ളത് സൈജുവിന്റെ അടുത്താണ്. ആക്ച്വലി രാഹുൽ തന്നെയാണ് കേട്ടോ എന്റെ മെയിൻ ആളാ. അതെ അതെ അതെ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാനാണെന്ന്. എന്തായാലും ഒരുപാട് ഭയങ്കര ഒരു സ്പെഷ്യൽ മൊമെന്റ് തന്നെയാണ് രാഹുൽ. താങ്ക് യു സോ മച്ച്. അതിനിടയിൽ ഒരു കാര്യം പറയട്ടെ, ഞാൻ നിഖിലിന് ഞാൻ കാരണം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് വൈറലായിക്കൊണ്ടിരിക്കും. അത് ശരിക്കും അന്ന് അത് നിഖിലും ഒക്കെ പറയണ്ടായിരുന്നു. കൊറേ അതൊക്കെ വിചാരിക്കാതെ അല്ലേ സുരേഷ് ഏട്ടാ അങ്ങനെയൊക്കെ ഓരോന്നും എന്നോ ചെയ്ത മൂവി. പക്ഷെ അതിപ്പോ ഒരു ഇൻസിഡന്റ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും അല്ലേ പോലും പെട്ടെന്ന് അതങ്ങനെ കയറി വരിക, അത് ഇങ്ങനെ ഫുൾ വൈറലാവുക, അങ്ങനത്തെയൊക്കെ ഓരോ മൊമെന്റ്സ് ഒക്കെ വരുമ്പോ സുരേഷൻ അതൊക്കെ അത് കണ്ടപ്പോ എന്തായിരുന്നു ഫീൽ ചെയ്തത്? എനിക്ക് ഫസ്റ്റ് ടൈം ഉള്ള അനുഭവമാണത്. അങ്ങനെ ആ ഒരു ഇത് വൈറലായി പോയതൊക്കെ ഫസ്റ്റ് ടൈം. നമ്മൾ ആ സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴും അങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമല്ല. ആ ഡയലോഗ് ഇങ്ങനെ നാളെ ഇങ്ങനെ ഒരു ഇതായി മാറുമെന്നോ അല്ലെങ്കിൽ ഒന്നും അറിയില്ലല്ലോ. പെട്ടെന്ന് സുപ്രഭാതത്തിലാണ് ഈ സാധനം. ഞാൻ അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം ഫോളോവർ ഒന്നുമല്ല. എനിക്ക് മരണമാസം എന്നുള്ള പടത്തിന്റെ ലൊക്കേഷനിൽ അവരാണ് കൊടുന്ന് കാണിക്കുന്നത്. ചേട്ടൻ വല്ലതും കാണുന്നുണ്ടോ, ഞങ്ങൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പേടിച്ചു എന്തെങ്കിലും കുഴപ്പമാണ് സത്യം അറിയത്തില്ല. അപ്പോഴാണ് അവർ കാണിച്ചു തരുന്നത് ഈ പാട്ട്. അതിനുശേഷം ഞാൻ നോക്കാൻ തുടങ്ങി എവിടെ കൈ വെച്ചാലും ഈ പാട്ടാണ്. ആ പനിനീർ എന്നുള്ള പാട്ട് എവിടെ വെച്ചാലും അതൊരു വല്ലാത്ത അനുഭവമാണത്. ദീപക് ദേവാണ് എന്റെ മ്യൂസിക് ഡയറക്ടർ. ദീപക് ഇത് അറിഞ്ഞിട്ടില്ല. ദീപക് വേറെ പടത്തിന്റെ കമ്പോസിംഗ് ഒക്കെ ആയിട്ടിരിക്കുകയാണ്. പിന്നെ ദീപകിന്റെ ആരോ ഓർക്കസ്ട്രയിൽ ആരോ കാണിച്ചു കൊടുത്തപ്പോഴാണ് ദീപക് എന്നെ വിളിച്ച് താങ്ക്സ് പറയുന്നത്. എന്തിനാ ഇവർക്ക് പൈസ കിട്ടുന്നുണ്ട്, ഇവർക്ക് ഓരോ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ ഇവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ അതൊക്കെ നല്ലൊരു ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ആണ്. വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വിളിക്കുകയും ചെയ്തിരുന്നു. അതെ, ഞാനിപ്പോ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ കാര്യം. കുട്ടിയുടെ ശബ്ദം കേൾക്കട്ടെ. കുട്ടി പാട്ട് പാടാൻ വേണ്ടിട്ട് ശബ്ദം സെറ്റാക്കി വെച്ചിരിക്കുകയാണോ? അവര് ഭർത്താവിനെ വിളിക്കേണ്ടി വരും. സൈജു ഫ്ലാസ്ക് ആയിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ സൈജു തരുന്ന മാജിക് സംഭവങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് മാജിക് എന്നുള്ളത് അറിയില്ല, പക്ഷെ ഇറ്റ്സ് എ വെരി ഗുഡ് എന്റർടൈൻമെന്റ്. ഈ സിനിമ കാണുന്നവര് അങ്ങനെ നിരാശരാവില്ല. 2 hours ഓഫ് കംപ്ലീറ്റ് എന്റർടൈൻമെന്റ്. ആൻഡ് രാഹുൽ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. രാഹുലിന് ആക്ച്വലി പുള്ളിയുടെ ലാപ്ടോപ്പിൽ ഒരു ഡേറ്റാബേസ് ഉണ്ട്. എനിക്കൊന്ന് കഴിഞ്ഞ 3-4 വർഷത്തെ ഇന്ത്യയിൽ റിലീസായിരിക്കുന്ന പടങ്ങള്, അത് ചിലപ്പം ഹോളിവുഡിൽ നിന്നുള്ള പടങ്ങളായിരിക്കാം.
ഇത് ഏതൊക്കെ എത്ര പടങ്ങൾ റിലീസ് ആയിട്ടുണ്ട്, ഓരോ ലാംഗ്വേജിൽ എത്ര വരുന്നുണ്ട്, ഇതിനെപ്പറ്റി ഒരു വ്യക്തമായ ഒരു ഡാറ്റാബേസ് ഉണ്ട്. അപ്പൊ ഞാൻ പറയണ ഇത്രയും ആലോചിച്ചിട്ടാണ് പുള്ളി ഓരോ കാര്യങ്ങള് ഈ ബാക്ക്വേർഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണ്, അല്ലെ? കറക്റ്റ് അല്ലേ? അപ്പം എന്താ ഞാൻ പ്രശ്നമായിട്ടുള്ള അപ്പൊ അത്രയും വെൽ പ്ലാൻഡ് ആണ് രാഹുൽ. അത്രയും സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇപ്പം ഹി നോസ് ദാറ്റ് ഹി ഈസ് ഇൻ ടു ദിസ് ബിസിനസ്. പ്രൊഡ്യൂസർ ആണ്. ഇപ്പൊ ഈ പടം തൊട്ട് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി. ഓൾറെഡി ഡയറക്ടർ, റൈറ്റർ, ആക്ടർ എന്നൊക്കെ ഉള്ളത് നമുക്കറിയാലോ. ഇതൊരു സിസ്റ്റം ആണ്. അപ്പം ഈ ഒരു പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞൊരു ഇത്, അതിൽ എന്തൊക്കെ നോളജ് അക്വയർ ചെയ്യാൻ പറ്റും അതൊക്കെ അക്വയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ആലോചിക്കുന്ന കാര്യം, ഇപ്പൊ നമ്മളോട് ചോദിക്കുവാണ് ഈ വർഷം എത്ര പടം റിലീസായി ഇന്ത്യയിലെന്ന് ചോദിച്ചാൽ നമുക്കൊരു പക്ഷെ ഒരു റഫ് ഫിഗർ പറയാൻ പറ്റുമായിരിക്കും. ഓക്കെ, ഒരു ശരാശരി കറക്റ്റ് ആയിട്ട് ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. അത് ഇത് എന്താ സംഭവം കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഭരതനാട്യം പ്രൊഡ്യൂസ് ചെയ്തല്ലോ സഹിച്ചേട്ടൻ. പ്രൊഡക്ഷൻ കഴിഞ്ഞ് അതിന്റെ സാറ്റലൈറ്റ് സി കേരളം വാങ്ങിക്കുന്നു. അപ്പം ആ പടം ഇറങ്ങുന്ന വീക്കിലാണ്. അപ്പൊ ഈ OTT ഡിസ്കഷൻ ഒക്കെ എന്താ നടക്കുന്നു. സഹിച്ചേട്ടൻ ഭയങ്കര ടെൻഷനില്ല. അപ്പൊ എന്റെ അടുത്ത് ആകെ സാറ്റലൈറ്റ് കച്ചവടം നടന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വെയിറ്റ് എ മിനിറ്റ്, ഞാൻ ലാപ്ടോപ്പ് പറഞ്ഞ് ഈ കണക്കൊക്കെ കാണിച്ചു. മലയാളത്തിൽ കഴിഞ്ഞ പോലെ ഇത്രയും പടം ഇറങ്ങി, അത് സാറ്റലൈറ്റ് വിറ്റുപോയതും 7% സിനിമകളുടെ അതിലൊന്നാണ്. ഇതൊക്കെ നിനക്ക് അവിടെ അറിയാം. ഞാൻ പറഞ്ഞു ഇത് ഞാൻ തന്നെ അങ്ങനെ ഞാൻ കുറെ കണക്ക് കാണിച്ചു. ഇത് നേരത്തെ പറയണേ, ഞാൻ സന്തോഷിക്കുന്നത്. അല്ല, ഞാൻ ആക്ച്വലി എന്താ പറ്റിയെന്ന് വെച്ചാല്, ഞാൻ ഭയങ്കര ഭരതനാട്യം തിയേറ്ററിൽ വർക്ക്ഔട്ട് ആയപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് അനുവരെയും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സൈജു ഇങ്ങനെ ഡിപ്രസ്ഡ് ആവാനാണെങ്കിൽ സൈജു പഴയ ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി നോക്ക്, സൈജു ഇത് ഡിസ്കണ്ടിന്യൂ എന്ന് പറഞ്ഞു. അത് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി പറഞ്ഞത്. പക്ഷെ ആ പറച്ചിലിൽ ഞാനും ഒന്ന് ആലോചിച്ചു, ഓക്കെ ഞാനത് വേറെ എന്തെങ്കിലും വെച്ചാല് ആൾക്കാർ തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി വരുന്നില്ല. അപ്പൊ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു ആ സമയത്ത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് രാഹുൽ ഇത്രയൊക്കെ ആലോചിക്കുന്നുണ്ട്, ഇത്രയൊക്കെ സ്റ്റഡീഡ് ആണ്. അല്ലെ, ഇത് ആരാണല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ നോട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? ചിലപ്പോ നമ്മുടെ ഇവിടുത്തെ ഫിലിം ഇൻഡസ്ട്രിയിൽ ആരുടെങ്കിലും കയ്യിൽ ഇങ്ങനത്തെ ഒരു ഡേറ്റാബേസ് കാണുമെന്ന് എനിക്കറിയില്ല. ഇന്ത്യയിൽ ഇറങ്ങുന്ന ഇന്ത്യയിൽ ഇനിയിപ്പോ ചിലപ്പം ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുനിന്ന കണക്കുപോലെ രാഹുൽ രജീഷ് കണക്ക് രാഹുലായിട്ട് ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വരും. സോ അത് കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ശരിയാണ്. അങ്ങനെ നമ്മൾ മനുഷ്യരാണ്, നമുക്കും തെറ്റുകൾ പറ്റാം. നമ്മൾ കേൾക്കുന്ന ഒരു സ്റ്റോറി വളരെ ഗംഭീര സ്റ്റോറിയാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇത് ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ഇത് അത്ര നല്ലൊരു ഔട്ട്പുട്ട് ആയിരിക്കില്ല നമ്മൾ കാണുന്നത്. സ്റ്റോറി അതൊക്കെ തന്നെ, പക്ഷെ നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് വർക്കാത്ത പോലെ ഫീൽ ചെയ്യും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ മെജോറിറ്റി ടൈംസ് എന്താണ് ഒരു അബോ ആവറേജ് ആണ് സിനിമകൾ ഞാൻ ചെയ്തിരിക്കുന്നത്. അത് രാഹുൽ പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചത്, ശരിയാണല്ലോ ഇതൊക്കെ. ഇപ്പൊ ഗുണ്ടജയൻ എടുത്താലും ഞാൻ പറയണ, ഇപ്പം എന്റെ ഒരു സെക്കൻഡ് ഇന്നിങ്സ് ആസ് ഹീറോ. ഇപ്പൊ ജനമൈത്രി തൊട്ട് തുടങ്ങിയാല് പിന്നെ ഗുണ്ടജയനാണ് ചെയ്യുന്നത്. ഇപ്പൊ ജനമൈത്രി ഇതേപോലെ ആമസോൺ പ്രൈമിലാണെന്ന് വന്നത്. പിന്നെ സാറ്റലൈറ്റില് ഏഷ്യനെറ്റാണ് സാറ്റലൈറ്റ് എടുത്തത്. എന്റെ ഓർമ്മയില് ഏഷ്യനെറ്റിന്റെ കണ്ടിന്യൂസ് 3 വീക്സ് സൺഡേസ് അത് പ്ലേ ചെയ്തായിരുന്നു. സോ ആൾക്കാരത് കാണുന്നുണ്ടല്ലോ. സോ അത് നമുക്ക് കിട്ടുന്ന ഒരു ഭയങ്കര സന്തോഷമാണ്. പിന്നെ ആ സമയത്ത് എവിടെ ചെന്നാലും ജനമൈത്രിയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും ഇങ്ങനെ മുട്ടിയിട്ട് വേറെ സ്ഥലത്ത് ബാത്റൂം അന്വേഷിച്ച് പോയിട്ടുണ്ടെന്നൊക്കെ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു. അതേപോലെ ഗുണ്ടജയൻ വന്നപ്പോഴത്തേക്കും ഗുണ്ടജയൻ ഡെഫിനറ്റ്ലി ദുൽഖറിന്റെ ഒരു വലിയ ബ്രാൻഡിങ് ഉണ്ടായിരുന്നു നമ്മുടെ പടത്തിന്, താങ്ക്സ് ടു ദുൽഖർ. അത് ഒരു 4 വീക്സ് ഒക്കെ അത്യാവശ്യം നല്ല കളക്ഷനോട് കൂടി തിയേറ്ററിൽ പോയി. പിന്നെ ജാനകി ജാനി ആയാലും ഒക്കെ വർക്കായി. ഇപ്പൊ അന്താക്ഷരി നമ്മൾ ചെയ്തായിരുന്നു. അന്താക്ഷരി സോണി ലിവില് അതൊരു വലിയ ഹിറ്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു സിനിമയുടെ മലയാളം അല്ലാണ്ട് വേറെ ലാംഗ്വേജിൽ ബംഗാളിയിലും കന്നഡയിലൊക്കെ അതിന്റെ റിവ്യൂസ് എനിക്ക് യൂട്യൂബിൽ കാണാൻ പറ്റി. സോ അത് അത്രയും റീച്ച് ആയിട്ടുണ്ട്. പിന്നെ അതിന്റെ പേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ഇപ്പൊ ഈ ഫ്ലാസ്ക് എന്ന് പറഞ്ഞൊരു പേര്, അത് ഭയങ്കര അട്രാക്റ്റീവ് ആണ് ആക്ച്വലി. ഇപ്പൊ സുരേഷ് ഏട്ടൻ തന്നെ ആദ്യം പറഞ്ഞത് ഈ പേര് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്ക്രിപ്റ്റ് വായിക്കുന്നത്, അതും വളരെ ഗംഭീരമായിരുന്നു. അതുപോലെ അന്താക്ഷരി ഒരു പാൻ ഇന്ത്യൻ ഒരു വേർഡാണല്ലോ. അതിലപ്പോ ഹിന്ദി വേർഡ് ആയിരിക്കാം അല്ലെ, പക്ഷെ എല്ലാവർക്കും അറിയാം അന്താക്ഷരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പൊ ഈ അന്താക്ഷരി എന്നുള്ള പേരും, ഞാൻ പോലീസ് യൂണിഫോമിൽ നിൽക്കുന്നു. അപ്പൊ ഈ പോലീസ് യൂണിഫോം ഒരു ത്രില്ലർ പടത്തിൽ അന്താക്ഷരി എന്നുള്ള പേര് എന്താണെന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ കുറെ പേര് അതുകൊണ്ട് കേരളൈറ്റ്സ് അല്ലാത്ത ആൾക്കാർ അത് കണ്ടിട്ടുണ്ട്. അതാണ് റിവ്യൂസ് വന്നത്, പോസിറ്റീവ് റിവ്യൂസ്.
ഇതെല്ലാം കൂടെ ഇത് നമ്മൾ ആലോചിക്കില്ല. ഇതിപ്പം രാഹുൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുലിന്റെ അവസ്ഥ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതുകൊണ്ട് അപ്പൊ രാഹുൽ എന്നെ പറ്റി വളരെ വ്യക്തമായിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഡേറ്റാബേസ് അതിന്റെ ഒരു ഡേറ്റാബേസ് ശമ്പളം സംസാരിച്ചു. ഈ പടത്തിന് ഇത്ര, ഈ പടത്തിന് ഇത്ര. അല്ല, ജയമേന്ദ്രൻ അല്ല നമ്മുടെ ആദ്യത്തേത്. ഡാഗിനി എന്ന് പറഞ്ഞൊരു പടം, രണ്ടാമത്തെ പടം, എന്റെ രണ്ടാമത്തെ സിനിമയിൽ ഡയറക്ട് ചെയ്ത പടം. എന്റെ മനസ്സിലിപ്പോൾ നിങ്ങൾ ജയമേന്ദ്രയ്ക്ക് വേണ്ടിട്ട് ലോക്ക് ആയി അല്ല, എന്നുള്ളതാണ്. ജയമേന്ദ്രനാണ് ഹിറ്റ് ആയത്. ഡാഗിനി പക്ഷെ അങ്ങനെ തിയേറ്ററിൽ വർക്കായില്ല. ഓക്കെ. ഈ സമയത്തൊക്കെ അശ്വതി ഓൾറെഡി പരിചയപ്പെട്ട് വെക്കണ്ടായിരുന്നു. കാരണം അശ്വതി എത്രയോ പേർക്ക് മോട്ടിവേഷണൽ സ്പീച്ച് ഇത് കൊടുക്കുന്ന ഒരാളാണ്, എത്രയോ പേര് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അശ്വതി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സൈജുവിനെ മോട്ടിവേറ്റ് ചെയ്യാൻ കിട്ടുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തേനെ അല്ലേ? ഞങ്ങളാ മോട്ടിവേറ്റ് എന്നാൽ ഇപ്പൊ ഇവിടെ ഇത്രയും പേര് ഇരിക്കുന്നതിൽ കണ്ടിട്ട് അശ്വതിക്ക് തോന്നുന്നത്, കാരണം അശ്വതി ഇപ്പൊ ആ ഒരു സൈഡിലും കൂടെ നമ്മൾ കുറച്ചും കൂടെ പഠിച്ചു മനസ്സിലാക്കിയൊക്കെ കഴിയുമ്പോൾ ഒരാളായിട്ട് അടുക്കുമ്പോ പരിചയപ്പെടുമ്പോ നിങ്ങൾക്ക് തോന്നുമല്ലോ തീർച്ചയായിട്ടും. അങ്ങനെ ഇവര് 4 പേരെയും കാണുമ്പോ ആർക്കാണ് കൂടുതൽ മോട്ടിവേഷൻ വേണമെന്നാ തോന്നുന്നത്? അയ്യോ, ഇവരൊക്കെ ഭയങ്കര സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ. ഇവർക്ക് ആർക്കും നമ്മൾ സത്യം പറഞ്ഞാൽ ആർക്കും അങ്ങോട്ട് പോയി മോട്ടിവേഷൻ കൊടുക്കരുത്. അവരെന്തെങ്കിലും കാര്യം പറയുമ്പോൾ നമ്മൾ കേൾക്കുക, അവർ അഭിപ്രായം ചോദിച്ചാൽ മാത്രം പറയാം, സഹായം സീക്ക് ചെയ്താൽ കൊടുക്കുക. അല്ലാതെ ശരി എന്നാ ഞാൻ കുറച്ച് മോട്ടിവേഷൻ എടുക്കട്ടെ അങ്ങനെയല്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ചില ആൾക്കാരില് അവർക്ക് ചിലപ്പോൾ കോൺഫിഡൻസ് കുറച്ച് കുറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തിനോട് ഒരു സ്മാർട്ട്നെസ് ചിലപ്പം എന്തോ വേറെ റീസൺ അവരെ പുൾ ബാക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരാൾ ഒരു ഇപ്പൊ ഇതേ പറഞ്ഞ പോലെ ആ ഒരു 1 hour സംസാരം രാഹുൽ അന്ന് സൈജുവിന് കൊടുത്തപ്പോഴത്തേക്ക് സൈജുവിന് കിട്ടിയ സന്തോഷം, ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഒരാൾ നമ്മളെ ബൂസ്റ്റ് ചെയ്യുമ്പോഴേ അത് ശരിക്കും വർക്ക് ആവില്ലേ അശ്വതി? ഡെഫിനറ്റ് ആയിട്ട് നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവാം, ജഡ്ജ്മെന്റ് ഇല്ലാണ്ട് അത് കേൾക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക്, കാരണം ഈ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് ക്ലാരിറ്റി കിട്ടും നമ്മുടെ പ്രശ്നം എന്തായിരുന്നു എന്നുള്ളത്. അവര് തിരിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ ഇതൊന്ന് അടുക്കി പെറുക്കി പറയുമല്ലോ. പറയുമ്പോൾ തന്നെ നമുക്ക് കുറെ റിഫ്ലക്ഷൻസ് ഉണ്ടാവും, അപ്പൊ ഇതായിരുന്നു എന്നുള്ള, അതാ പറയാനുള്ള സ്പേസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം തന്നെയാണ്. രാഹുൽ, ഈ പേരിടുന്നത് തന്നെ ശരിക്കും സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ തന്നെ പേര് ഫ്ലാസ്ക് എന്ന് തീരുമാനിച്ചിരുന്നു? കാരണം ഇത് അങ്ങനത്തെ ഒരു ഐഡിയ ഇത് ഉണ്ടാക്കുന്നത്. ഈ ചുമ്മാ ഒരു ടൈറ്റിൽ അല്ല, സിനിമയിലുടനീളം ഈ ടൈറ്റിലിന് റെലവൻസ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ടീച്ചറും ആ പാട്ടൊക്കെ കാണുമ്പോ ഫ്ലാസ്ക് ഫുൾ ടൈം ഇങ്ങനെ സഹിച്ച് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ പിടിക്കുന്നുണ്ടല്ലോ. സോ അത് ഈ ഫ്ലാസ്ക് എന്നുള്ള പേര് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് വെക്കുന്നതല്ല. അതിന് ഈ കഥയില് അത്രയും പ്രാധാന്യം, ഫ്ലാസ്ക് എന്ന് പറയുന്നത് ശരിക്കും ഒരു ക്യാരക്ടറാണ് ഞങ്ങളെ സംബന്ധിച്ച് സിനിമയ്ക്കകത്ത്. ഇപ്പോഴും ഫ്ലാസ്കിൽ തന്നെ ചായ കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ചായ ഫ്ലാസ്കിൽ നിന്ന് പ്രൊമോഷനിൽ സുരേഷ് ഏട്ടനെ കൊണ്ട് തിരിച്ചെടുപ്പിക്കായിരുന്നു. എനിക്ക് കറക്റ്റ് ആയ ഫ്ലാസ്കിന്റെ പ്രൊമോഷൻ. സുരേഷ് ഏട്ടൻ പൊതുവെ സുരേഷ് ഏട്ടനെ കുറിച്ച് പറയുന്നതെന്ന് പറയും ഭയങ്കര കൺവിൻസിങ് സ്റ്റാർ എന്നാണ് സുരേഷ് ഏട്ടനെ കുറിച്ച് എല്ലാരും പറയാറുള്ളത്. സുരേഷ് ഏട്ടൻ എന്ത് പ്രോബ്ലം എവിടെ നടന്നാലും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാലും സുരേഷ് ഏട്ടൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം അവിടെ ചെലവഴിക്കും. എന്നിട്ട് അവരുടെ പ്രോബ്ലംസ് എല്ലാം കേൾക്കും, അവർക്ക് വേണ്ട ഇതേപോലെ നല്ല മറുപടി പറഞ്ഞു കൊടുത്ത് ശാന്തമാക്കുക. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കൺവിൻസ് ചെയ്യാനൊക്കെ വളരെ മിടുക്കനാന്ന് കേട്ടു. പക്ഷെ ഈ ഒരു മൂവിയുടെ ടീച്ചറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടപ്പോ സുരേഷ് ഏട്ടനല്ല, സൈജു ആണ് കൺവിൻസിങ് സ്റ്റാർ എന്നാണ് തോന്നുന്നത്. റിയൽ ലൈഫിൽ ആരാണ് ശരിക്കും? ഇല്ല, ഈ പറഞ്ഞ ശരിയായിരിക്കാം. അത് ഇപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് ചിലപ്പോൾ ഞാൻ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. നമ്മളെല്ലാ തരം അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ വളരെ പുല്ലുപോലെ അല്ലെങ്കിൽ വളരെ സില്ലി ആയിട്ട് എടുത്ത് കളഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനേക്കാളൊക്കെ നിസ്സാരമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വെച്ച് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആയിരിക്കലും, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് തകർന്നു പോയി എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ തന്നെ ഞാൻ അവരെ പറഞ്ഞ് ഞാനത് ഇതൊന്നും അല്ല, നമുക്കിത് ഇങ്ങനെ സൊല്യൂഷൻ ഉണ്ട്, ഇങ്ങനെ സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അവർ മാക്സിമം അതിനകത്തുനിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. റിയൽ ലൈഫിൽ കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? റിയൽ ലൈഫിൽ കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി ഞാൻ സെയിൽസിലായിരുന്നല്ലോ. ബിസിനസ് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. സെയിൽസിൽ ഞാൻ വലിയ കുഴപ്പമില്ലാത്തൊരു, ചില മാസങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചില പടങ്ങൾ ഓടില്ലല്ലോ. അപ്പൊ അത് പറഞ്ഞ പോലെ ചില മാസങ്ങൾ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. പക്ഷെ മെജോറിറ്റി മാസങ്ങളൊക്കെ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഞാൻ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് തുടക്കമാണ് ഈ മൊബൈൽ കമ്പനീസ് വന്നതിന്റെ. അപ്പം ടവേഴ്സ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. പക്ഷെ നമ്മുടെ ടാർഗറ്റ് അത്യാവശ്യം ഉണ്ടായിരുന്നു താനും. അപ്പൊ നമ്മളിത് എങ്ങനെ സെല്ല് ചെയ്യുക എന്ന് വെച്ചാൽ, ഇപ്പം സിറ്റിയുടെ ഇൻ ആൻഡ് അറൗണ്ട് മൊബൈൽ ടവേഴ്സ് ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു നെയ്യാറ്റിങ്കര ഭാഗത്ത് ചിലപ്പോൾ വന്ന ടവറില്ല. അപ്പൊ ഞാൻ ഈ സിറ്റിയിൽ പോയിട്ട്, ഇപ്പൊ ഒരു ഓഫീസിൽ പോയിട്ട് ഞാൻ സെയിൽസിന് വേണ്ടി പോയാല് ഇദ്ദേഹം താമസിക്കുന്നത് നെയ്യാറ്റിങ്കര ആയിരിക്കും, പോയി വരുന്ന ആളായിരിക്കും.
ആ പുള്ളിയോട് എനിക്ക് വീട്ടിൽ കിട്ടൂല. ഉം. അപ്പം പക്ഷെ നമ്മള് പല മാസങ്ങൾ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. Okay. അപ്പൊ അത് ഞാൻ കൺവിൻസ് ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ. ഇരിക്കുമല്ലോ. അനുവിനടുത്ത് ചോദിച്ചാൽ സത്യം അറിയാം. അനു പറയും എന്റെ രമ്യ എന്നെ എന്തൊക്കെ പറഞ്ഞു കൺവിൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. വേറൊരു കൺവിൻസ് പറയാമോ? സുരേഷ് ഒന്നും അല്ല, ആ. നിഖില്. Serious അല്ലേ? കറക്റ്റല്ലേ? അതെ. എന്റെ ദൈവം, നമ്മളെ കൺവിൻസ് ചെയ്തങ്ങ് ഇരുത്തിക്കളയും. നിഖില് പറയുന്നുണ്ട് തോന്നുന്നു, അയ്യോ നമ്മളൊക്കെ പറഞ്ഞത് ഇതാണല്ലോ, കറക്റ്റ് ആണല്ലോ എന്ന് വിചാരിക്കും. നിഖിലുമായിട്ട് എന്റെ കുറെ നാളത്തെ ഫ്രണ്ട്ഷിപ്പാണ്. 2010-11 സമയം തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. നിഖിലിന് ബേസിക്കലി ഒരു മുഖത്തിനൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അത് അയാളുടെ കുഴപ്പമില്ല, അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. മാനുഫാക്ചറിങ്. അപ്പം നിഖിലിനെ പരിചയപ്പെട്ട എനിക്ക് പരിചയപ്പെട്ടപ്പോ തന്നെ എനിക്കൊരു ആറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ ഓർത്ത് ഇയാളായിട്ട് അടുക്കണ്ട. പക്ഷെ ക്രിക്കറ്റ് ഒരുമിച്ച് ഞങ്ങൾ കളിച്ചോണ്ടിരുന്നു. ഇപ്പൊ കളിക്കുന്ന സമയത്ത് പുള്ളി ഭയങ്കര സീരിയസ് ആണ്. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങ് ചെറിയ ഇതൊക്കെ ക്യാച്ച് അല്ലെന്നൊക്കെ പറഞ്ഞു കളയും. അതായത് ഇപ്പൊ നമ്മള് താഴ്ത്തു ഇങ്ങനെ പഠിച്ചാൽ അത് ബോൾ താഴ്ത്തു കൊണ്ട് ഞാൻ കണ്ടു ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്ന ആളാണ്. അങ്ങനെ പുള്ളിയെ പിന്നെ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഇയാള് പക്ഷെ എങ്ങനെയായാലും ഇയാളൊരു ഗംഭീര ഫ്രണ്ടാണ്, വളരെ നല്ലൊരു വിഷയമാണ്. പക്ഷെ അപ്പം അത്രയും നല്ല ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഫോർ ഗ്രാൻഡഡ് എടുക്കുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ വളരെ ക്ലോസ് ആണ്. അപ്പൊ പല പ്രാവശ്യം ഞങ്ങൾ വഴക്കടിച്ചിട്ടുണ്ട്. എനിക്ക് നിഖിലിനോട് ചിലപ്പോഴൊക്കെ എനിക്ക് ഇയാളിങ്ങനെ പിടിച്ച് ഉരയ്ക്കാൻ തോന്നും. അങ്ങനത്തേക്ക് എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഇയാൾക്കറിയാൻ എനിക്ക് ഭയങ്കര ദേഷ്യമായിട്ടുണ്ട്. ഇയാള് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ കൺവിൻസ് ചെയ്തിട്ട് ഞാൻ കരയും. അത്രയും നല്ല മനുഷ്യൻ. ഞാൻ എന്തിനാണ് അങ്ങനെയൊക്കെ പിന്നെ വീട്ടിൽ ചെന്ന് കളിക്കുമ്പോഴേ ഇയാളെന്നെ കൺവിൻസ് ചെയ്താണ്. കൺവിൻസ് ചെയ്ത് കളയുള്ളൂ. ഭീകരാണ്. ശരിക്കും നിഖിലിനെ കണ്ടപ്പോ ഈ പാട്ട് പാടിപ്പിച്ചപ്പോഴേ നിങ്ങൾ കൺവിൻസ്ഡ് ആയോ? ശരിക്കും അത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് വന്നു പാടി ഞങ്ങൾ ഒരുപാട് പേര് ഓഡിഷൻസ് പോലെ ചെയ്തിട്ടുണ്ട്. പുതിയ സിംഗേഴ്സിനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, 1-2 പേരെ കൊണ്ട്. കാരണം ഇത് എന്താ പറയാ, മലയാളിയുടെ ഓർമ്മയിൽ എന്നും ഉള്ളൊരു സോങ് ആണ്, എന്നും ഉള്ളൊരു സിനിമയാണ്, എന്നും ഉള്ള വിഷ്വലാണ് എല്ലാം. അപ്പൊ അത് ഞാൻ ഔസേപ്പച്ചൻ സാറിന്റെ അടുത്ത് വിളിച്ച് പെർമിഷൻ ചോദിച്ചിട്ടാണ് ആ പാട്ട് സാർ ഞങ്ങള് ഒരു ദ്രോഹം ആ പാട്ടിനോട് ചെയ്യില്ല, അത് പുതിയ ഇതിനു വേണ്ടി റീക്രിയേറ്റ് ചെയ്യുന്നത്, റീപ്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ, വേറെ ഒന്നും അല്ല റീമിക്സ് ചെയ്യാനോ അല്ലെ പുതിയതായിട്ട് ഇൻസ്ട്രുമെന്റേഷൻ ചെയ്യാനോ ഒന്നും ശ്രമിക്കുന്നില്ല. ഞങ്ങൾക്ക് അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പം അതിനകത്ത് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ദാസേട്ടനെ പോലെ എന്താ പറയാ, യേശുദാസിനൊപ്പം വേറൊരു മനുഷ്യർക്ക് ഭൂമിയിൽ പറ്റുമോ എനിക്കറിയില്ല. അപ്പൊ ആ അദ്ദേഹം പാടി വെച്ചിരിക്കുന്ന ആ ലെവലിൽ എത്തുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ടാസ്ക്കാണ്. പിന്നെ അതിന്റെ ആ പാട്ടിന്റെ ഓരോ നോട്ടും അതിന്റെ ശാസ്ത്രീയത കറക്റ്റ് വന്നില്ലെങ്കിൽ ആ പാട്ട് മലയാളിക്ക് അതിന്റെ എല്ലാ മുക്കും മൂലയും അറിയാം. അപ്പൊ അതൊരു ആ പാട്ടിനോട് ചെയ്യുന്ന ഭയങ്കര ഡിസർവീസോ. ഞങ്ങൾ ഒരുപാട് കെയർഫുൾ ആയിട്ടാണ് അത് ചെയ്തത്. അതിന് ലാസ്റ്റ് ഒരുപാട് ഓപ്ഷൻസ് ട്രൈ ചെയ്തിട്ടാണ് അവസാനം നിഖിലേട്ടനെ ട്രൈ ചെയ്യുന്നത്. നിഖിലേട്ടൻ പാടുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ചേട്ടാ എനിക്ക് ഉറപ്പില്ല, ഞാൻ എല്ലാം കേട്ട് അവസാനം ഞാൻ പറയത്തുള്ളൂ, ചേട്ടാ ഒന്ന് പാടി നോക്കാവോ. വിളിച്ചല്ലേ ഒന്ന് പാടാന്ന് പറഞ്ഞ് പാടി കേട്ട് ഞങ്ങളിത് ആദ്യം ഔസേപ്പച്ചൻ സാറിന് അയച്ചു കൊടുത്തു, സഹിച്ചേട്ടൻ അയച്ചു കൊടുത്ത് സാറ് അന്ന് രസമുണ്ട്, നന്നായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും ആശ്വാസം. ഞാൻ എന്നിട്ട് നിഖിലിനെ വിളിച്ചു, ചേട്ടാ ഓക്കെ ആണ്. ഔസേപ്പച്ചൻ സാറൊക്കെ ഒരുപാട് നിഖിലിനെ പറ്റി സംസാരിച്ചു ഞങ്ങൾ രണ്ടുപേരോടും. അതെ, അതായത് അവർ നന്നായിട്ട് പാടിയിട്ടുണ്ട്. അതെ അതെ അതെ, ഗ്രേറ്റ് സിംഗർ എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ ഈ പാട്ട് വന്നതിന് ശേഷം എൻ്റെ ഒരു ചിറ്റയുണ്ട്, രമച്ചിറ്റ. അപ്പൊ രമച്ചിറ്റ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പൊ ഞങ്ങളവിടെയൊക്കെ ചേച്ചിക്ക് ചിലർ പാപ്പാന്ന് വിളിക്കും. ശോഭന ബാബു അത് കറക്റ്റ് സൈജു പാടുന്ന പോലെ ഉണ്ടല്ലോ, സൈജുവിന്റെ വോയിസ് പോലെ ഉണ്ടല്ലോ, ഇത് ആരാണ് പാടിയത്? അപ്പം അമ്മ പറഞ്ഞു ഇങ്ങനെ നിഖിലാണ് പാടിയത്. അപ്പൊ നിഖിലിനെ അറിയാലോ, അച്ഛൻ വരുന്ന സമയത്തൊക്കെ അവിടെ എപ്പോഴും ഉണ്ടായിരുന്നല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് അടുത്തത്, അപ്പൊ അമ്മ എന്നെ ഇത് അറിയിച്ചു. അടുത്തത് ഞാൻ യൂട്യൂബിൽ വീണ്ടും ഈ പാട്ട് കാണുവാണ്. അപ്പൊ ഞാൻ പുതിയ കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ട്, അപ്പൊ അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്തൊരു കമന്റ്, സൈജു കുറുപ്പിന് തീരെ ചേരുന്നില്ലേ വോയിസ്. സിദ്ധുവിനെ കുറിച്ചും കേട്ടിരിക്കുന്നത് വളരെ പ്ലാനിങ്ങിന്റെ ആളെന്നാണ്. മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ പ്ലാൻ ചെയ്ത്. അങ്ങനെയാണോ സിദ്ധു? സത്യാവസ്ഥ അങ്ങനെയാണോ? ഞങ്ങളുടെ പ്ലാൻ ജീവിതത്തിന്റെ എന്തൊരു കാര്യത്തിൽ വന്നാലും ഭയങ്കര പ്ലാനിങ്ങോട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെന്നാണ്. മൾട്ടിപ്പിൾ പ്ലാൻസ് ഉണ്ട്. ഈ പ്ലാൻ കഴിഞ്ഞാൽ ആ പ്ലാൻ, ആ പ്ലാൻ കഴിഞ്ഞാൽ ഈ പ്ലാൻ, പ്ലാൻ സി, അങ്ങനെ ഇസഡ് വരെ ഉണ്ട്. ഇസഡ് കഴിഞ്ഞാൽ പിന്നെ ന്യൂമറിക്കലാവും.
0, 1, 0, 2. എങ്ങനെയാ ചെയ്തു പൊതുവെ ലൈഫില് കാര്യങ്ങൾ ഇങ്ങനെ പ്ലാനിങ്ങോടെ ചെയ്യോ? ഇല്ല, സത്യത്തിൽ പ്ലാനിങ് ഇല്ല എന്നുള്ളതാണ് ആണോ? ഒരേ ഒരു പ്ലാൻ. ആണോ? പക്ഷെ അത് ജീവിതത്തിൽ അങ്ങനെ പറ്റും തോന്നുന്നുണ്ടോ എപ്പോഴും? ഇല്ല, ഇപ്പൊ ഞാൻ ഫ്ലാസ്കിന്റെ കാര്യം പറയുവാണെങ്കിൽ വെൻ ഹി ഗേവ് മീ ദ ബ്രീഫ് ഓഫ് ദ ക്യാരക്ടർ ആൻഡ് ഓൾ ദാറ്റ്, ഒരു ഐഡിയ ഉണ്ടായി. അപ്പൊ അത് വേണമെങ്കിൽ പ്ലാനിങ് എന്ന് വിളിക്കാം. ബട്ട് ദെൻ ഇതിന് പോർട്രേ ചെയ്യാനുള്ള സാധനങ്ങളോ ഇത് എങ്ങനെയായിരിക്കണം, ഇതിന്റെ ചില റെഫറൻസസ് എന്തായിരിക്കണം എന്നുള്ളത് അത്രയൊക്കെ തന്നെ ഉള്ളൂ പ്ലാൻ. പിന്നെ ഇവിടെ വരുമ്പോ പിന്നെ വി ആർ ഗെറ്റിംഗ് ഇൻ ടു ദ സീൻ ആൻഡ് ഡൂയിങ് ഇറ്റ്. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പ്ലാനിങ്. പിന്നെ ഇപ്പൊ ചെന്നൈ പോകണമെന്നുണ്ടെങ്കിൽ ബസ് ടിക്കറ്റ് എടുക്കണം, അല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് എടുക്കണം, ഇങ്ങനെ ഒരു പ്ലാനിങ്. അപ്പൊ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് പോവുകയാണെങ്കിൽ ഓവർനൈറ്റ് ആണെങ്കിൽ ഫുഡ് വേണം, മറ്റേത് ഇത്രയൊക്കെ തന്നെ പ്ലാൻ ചെയ്യാറുള്ളൂ. ബേസിക് പ്ലാൻ, ബേസിക്. നാളത്തേക്കുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ അതില് മൾട്ടിപ്പിൾ പ്ലാൻസ് ഉണ്ടോ? അതില് ട്രെയിൻ മിസ്സായാൽ എന്ത് ചെയ്യും? അങ്ങനെ എന്നിട്ട് ഇത്ര മൾട്ടിപ്പിൾ പ്ലാൻസ് ഉണ്ടായിട്ട് ഒന്ന് ചീറ്റ് മറ്റേത് എപ്പോഴെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടോ? മൾട്ടിപ്പിൾ ടൈംസ് അതേ ഉണ്ടായിട്ടുള്ളൂ. അതേ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇതിനകത്ത് ക്യാരക്ടർ എന്താ സിദ്ധു? ഗണേശൻ എന്നാണ് പേര്. നല്ലൊരു പാവം മാവോയിസ്റ്റ്. പാവം. പാവം കഞ്ഞിയൊക്കെ കുടിച്ച് ജീവിക്കുന്ന ഒരു മാവോയിസ്റ്റ് ക്യാരക്ടർ. നല്ല ഡിഫറെന്റ് ആംഗിൾ, ഐ മീൻ വ്യത്യസ്ത മുഖങ്ങൾ ഉണ്ട് ഇയാളുടെ. നാട്ടിലോട്ടൊന്നും വരാറില്ല, കാട്ടിൽ തന്നെ. അങ്ങനെ അപ്പൊ ദാറ്റ് വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. 2 മുഖങ്ങളുണ്ട് ഇയാളുടെ. സോ അത് കൊണ്ടുവരാനും അതിന്റെ ഒരു ഇത് രസമായിരുന്നു. ഇങ്ങനത്തെ ഒരു ആന്റഗോണിസ്റ്റ് ടൈപ്പ് ഇതുവരെ ചെയ്തിട്ടില്ല. കനോട്ട് പ്രോപ്പർലി കോൾ ഹിം ആൻ ആന്റഗോണിസ്റ്റ്, ബട്ട് വിത്ത് ദാറ്റ് ഷെയ്ഡ്. സോ ഇറ്റ് വാസ് ഡിഫറെന്റ്, ചലഞ്ചിങ്. ഓക്കെ, അശ്വതിക്ക് എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു ഇങ്ങനെ പേടിത്തൊണ്ടായിട്ടുള്ള ഒരു ഭർത്താവ് സെറ്റില്? ഒട്ടും ചലഞ്ചിങ് അല്ല, ശരിക്കും തോന്നിയില്ല റിയൽ ലൈഫില് ശരിക്കും ഇത്തരത്തിലുള്ള പേടിത്തൊണ്ടായിട്ട് ഭർത്താവ് വന്നു കഴിഞ്ഞാൽ ശരിക്കും എന്തൊരു കട്ടപ്പോകയായിരിക്കും അല്ലെ ജീവിതം? തോന്നിയിട്ടുണ്ടോ? സൈജനെ കുറിച്ചല്ലേ ഞങ്ങൾ പറയണേ, പേടിത്തൊണ്ടനായ കഥാപാത്രം. ഈ ഒരു ക്യാരക്ടറിന്റെ ഒരു രസം എന്ന് പറയുന്നത് അങ്ങനെയാണ്. പുള്ളി വളരെ സാധാരണക്കാരനായിട്ട് ഇത്ര വലിയ സാഹസികത, എല്ലാരും സാഹസികത ചെയ്യണമെന്നില്ലല്ലോ. പുള്ളിക്ക് എങ്ങനെ സാഹസികത വേണ്ട, വളരെ കലാകാരനായിട്ടുള്ള ഒരു പാവം കലാകാരനാണ് ഉള്ളില്. പാട്ടൊക്കെ പാടി അങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി. അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ നമുക്ക് തന്നെ ചുറ്റും നോക്കിയാൽ അറിയാം, ഇപ്പൊ ഇഷ്ടമായിട്ടല്ല പലരും പല ജോലികളും ചെയ്യുന്നത്. ഫോഴ്സ് ടു. ഇപ്പം പട്ടാളത്തിൽ പോകുന്ന ആൾക്കാർ ഉണ്ട്, ഇത് പാഷനായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാതെ ആ സാഹചര്യം കൊണ്ട് അതിനകത്ത് ചെന്ന് പെടുന്ന ആൾക്കാരുണ്ട്. പിന്നെ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഇതുമായിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് സെറ്റ് ആവാനുള്ള സ്ട്രഗിൾ ആയിരിക്കും. ഏതെങ്കിലും ഒക്കെ ഒരു പോയിന്റിലായിരിക്കും. ഇപ്പൊ ഇപ്പോഴൊക്കെ നമ്മൾ കേട്ടു തുടങ്ങിയത് ഒരു 40s അല്ലെങ്കിൽ ഒരു mid 30s ഒക്കെ ആൾക്കാർ കരിയർ സ്വിച്ച് ചെയ്യുന്നു, ഞാൻ എന്റെ പാഷന് പിന്നാലെ പോകുന്നു. ഇപ്പൊ നമ്മുടെ ഒരു ചൈൽഡ്ഹുഡിലൊന്നും ഈ പാഷൻ എന്നുള്ള വാക്ക് തന്നെ നമ്മൾ കേൾക്കാറില്ല. കുറച്ച് 2-3 ഓപ്ഷൻസ് ഉണ്ട്, ഇതിൽ ഏതെങ്കിലും പോയി. ഇതൊന്നും കിട്ടാത്തവർക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ്, അങ്ങനെയൊക്കെ. അതെ, അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല, മിണ്ടാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ അങ്ങനെ പോലീസുകാരനായ ഒരു പാവം ഭർത്താവ്. ഭാര്യ എന്നുള്ള നില നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാന്നുള്ളതല്ലേ ആകെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് പാവല്ല, നിങ്ങൾ അത്ര പാവല്ല. അത് അല്ലെ, ബാക്കി നാട്ടുകാരോടൊക്കെ ആണെങ്കിലും ഭാര്യ അത് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ആ സീക്വൻസ് അഭിനയിക്കുന്ന അശ്വതി റിയൽ ലൈഫിനെ കുറിച്ച് ഒന്ന് കമ്പയർ ചെയ്തിട്ടുണ്ടാവില്ലേ? റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ഭർത്താക്കന്മാര് വന്നിരുന്നെങ്കിൽ. ഞാൻ അങ്ങനത്തെ ഒരു ഭർത്താവാണ്. എനിക്ക് അങ്ങനെ ജീവിതത്തിൽ പറ്റിയ ധൈര്യമൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ ഒരു പടം, എനിക്ക് ആകെ ഞാൻ ജീവിതത്തിൽ ധൈര്യമായിട്ട് ചെയ്യുന്ന സിനിമ മാത്രമേ ഉള്ളൂ. എന്റെ ഭാര്യക്കാണ് കൂടുതൽ ധൈര്യം ഉള്ളത്. നമ്മൾ അത് കുറച്ചും കൂടെ അക്സെപ്റ്റ് ചെയ്യണം അല്ലേ? അല്ലല്ല, ഞാന് ഒട്ടും എന്റെ ഭാര്യ ഞങ്ങള് എവിടെങ്കിലും യാത്ര പോയാൽ അവർക്ക് ബഞ്ചി ജമ്പിങ്ങിന് പോകണം, സ്കൈ ഡൈവിങ്ങിന് പോകണം. അപ്പൊ ഞാൻ പറയാം, എന്നെ ഏതെങ്കിലും ICU കയറ്റി കിടത്തിട്ട് പോകും. എനിക്കിത് കണ്ടിരിക്കാനുള്ള ധൈര്യം പോലെ എനിക്ക്. എന്നെ കൊണ്ടുപോകാന്ന് വിചാരിച്ചാൽ ഞാൻ താഴെ വരുമ്പോ എന്നെ സഞ്ജയനെ കൂടെ അടിക്കണം, മകളിന്ന് ചാടിയ. അപ്പൊ എനിക്ക് അങ്ങനെ പൊതുവായിട്ടും അങ്ങനെ ഒരു കാര്യത്തിലും അങ്ങനെ ധൈര്യമുള്ള ഒരാളല്ല ഞാൻ. ആകെ ധൈര്യമായിട്ട് ചെയ്യുന്ന ഒരേ ഒരു കാര്യം സിനിമ നിർമ്മിക്കുക എന്നുള്ളത്. അത് കടമായി ചെറിയുന്നത്. അതാ ഞാൻ പറഞ്ഞ അതിലൊരു പേടിയില്ല. പക്ഷെ അത് സുരേഷ് ചേട്ടൻ ഇതുപോലെ തന്നെ ഭയങ്കര ധൈര്യത്തോടെ ഇതായിട്ട് സുരേഷിന്റെ ഒരുപാട് ഇഡ്ഡലി ഇങ്ങനെ കഴിക്കരുത്, എനിക്കൊന്നും പറ്റില്ല. എനിക്ക് ആ ഇഡ്ഡലി കഥ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? 40-45 ഇഡ്ഡലിയൊക്കെ കഴിക്കുക,
ഒന്നും പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഒരു ദിവസം ഒരു സുപ്രഭാതമാണ് മമ്മൂക്ക ഇങ്ങനെ ഡയറ്റ് ചെയ്യണം, ഇങ്ങനെ നമ്മൾ എന്താ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെ ഇരിക്കരുത്, കഴിക്കാൻ അങ്ങനെയൊക്കെ ഓരോരുത്തർ ഇത് കേട്ട് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഞാൻ ഇനി ഇങ്ങനെ ഒന്നല്ല കുറച്ചും കൂടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചെയ്യണം. പിന്നെ സുരേഷ് ചേട്ടൻ ഞങ്ങൾ ജിമ്മിൽ പോകുമ്പോൾ കാണാറുണ്ട്, ഞങ്ങൾ ജിംനേഴ്സും കൂടിയാണ്. പിന്നെ ഹെൽത്ത് നോക്കുന്നു. ആ ഒരു ശരിക്കും അന്നത്തെ ആ മമ്മൂക്കയുടെ ആ ഒരു ഇതിൽ നിന്നാണോ ഒരു അതിന് മുമ്പേ തൊട്ട് നമ്മളുണ്ട്. ഞാൻ ഈ 40 ഇഡ്ഡലി കഴിക്കാന്നൊക്കെ പറയണത് ഞാൻ സിനിമയിലേക്ക് ആദ്യത്തെ സിനിമ സെറ്റിലാണ് എനിക്ക് ഉണ്ടാകുന്ന അനുഭവമൊക്കെ. അതിനുശേഷം നമ്മൾ കുറച്ച് പടങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മുടെ ഏജ് ഒക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് ഒരു ഡയറ്റ് നേരത്തെ തന്നെ നമുക്കുണ്ട്. ആ ഒരു പഴയ തീറ്റയൊക്കെ ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു പോയി. എന്നാലും നമ്മുടെ കയ്യിൽ കുറെ കുഴപ്പങ്ങളുണ്ടായിരുന്നു. ആ കുഴപ്പങ്ങളൊക്കെ മാറ്റിയത് ഒരുപക്ഷെ മമ്മൂക്കയുടെ ഒക്കെ ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. ഇന്നും ഞാനൊക്കെ തമാശക്ക് പറയുകയും ചെയ്യും, ഫ്രണ്ട്സിന്റെ ഗ്യാങ്ങിലിരിക്കാൻ പറയും നാളെ മിക്കവാറും ഞാൻ മമ്മൂക്ക ഡയറ്റ് ആയിരിക്കും. മമ്മൂക്ക ഡയറ്റ് എന്നൊരു ഡയറ്റ് തന്നെ നമ്മള് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം പുള്ളി എന്തും കഴിക്കും. അതിന്റെ ഒരു എന്താ പറയാ ക്വാണ്ടിറ്റി വളരെ കുറച്ചായിരിക്കും. വലിച്ചു വാരി തീറ്റ ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തും കഴിക്കും, പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. ഇപ്പൊ അങ്ങനെ ഹെൽത്തി സൈഡിലാണ് സുരേഷ് ചേട്ടനും. സുരേഷ് ചേട്ടൻ ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്കാണ്. അതെ ശരിക്കുമാണ്. കാരണം രാവിലെ 10 മണിക്കൊന്നും വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. അത് കഴിഞ്ഞ് 11 മണിക്കൊക്കെ തിരിച്ചു വിളിക്കണം ഞാൻ ജിമ്മിലായിരുന്നു. അപ്പൊ എനിക്ക് കുറ്റബോധം എന്റെ മനസ്സും. ഞാൻ പറ്റുന്ന സമയത്തൊക്കെ ജിമ്മിൽ പോകുന്ന ഒരാളാണ്. ഞാൻ 120 കിലോളം വന്ന ഒരാളാണ്. ഞാൻ ഈ പറയുന്ന പണ്ട് ഇഷ്ടംപോലെ കഴിച്ച സമയത്തൊക്കെ 120 കിലോളം വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എത്രയോ വർഷമായിട്ട് 101 അല്ലെങ്കിൽ 102 അതൊന്നും കൂടത്തുമില്ല കുറയത്തില്ല, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സമയം വല്ലാണ്ട് പോണെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, സൈജു ടീച്ചറിലും ട്രെയിലറിലൊക്കെ കണ്ടതാണ് ഭാര്യയുടെ അടുത്ത് ഭാര്യനെ എനിക്ക് പേടിയില്ല, എന്നിട്ട് ഒരേ ഒരു കാര്യം ഞാൻ അവൾക്ക് വേണ്ടി ചെയ്യാനുള്ളത് പറയണില്ലേ, റിയൽ ലൈഫിൽ അനുവിന്റെ അടുത്ത് അനു പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, എനിക്കറിയാം ബിഫോർ സൈജു അത് ചെയ്യണേ, സൈജു ഇത് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് സൈജു ചെയ്യാതിരുന്ന തെമ്മാടിക്കുട്ടനായിട്ടിരുന്ന നടന്ന സമയത്ത് അനുവിന്റെ നിന്ന് കിട്ടിയിരിക്കണത് എന്തായിരിക്കും വഴക്ക്? ഏത് കാര്യത്തിൽ സിറ്റുവേഷൻ ഒന്നും ഓർക്കുന്നില്ല, പക്ഷെ ഒരുപാടുണ്ട്. ആക്ച്വലി ഒരുപാടുണ്ട്. പക്ഷെ നന്നായിട്ട് ചെയ്ത് കേട്ടിട്ടുണ്ട്. അപ്പം ആരാണ് ഇന്നലെ ആരോ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് അതായത് സുരേഷ് ഏട്ടൻ പറയുമായിരുന്നു, അതായത് ഒരാള് ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചോണ്ടിരിക്കുകയാണ്, നമ്മളും കൂടെ അതിന്റെ ഇടയ്ക്ക് കയറി സംസാരിച്ച് നമ്മുടെ എനർജി പോവും അവരുടെ എനർജി പോവും, ഇതിങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ഇത് മനസ്സിലാക്കിയ ആളാണ്. അപ്പൊ ഞാൻ അനു ദേഷ്യപ്പെടുമ്പോഴത്തേക്കും ഞാൻ മിണ്ടാണ്ട് ഇങ്ങനെ ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ കണ്ണ് മാറ്റും. അപ്പൊ വോയിസ് അവിടെ കൂടുമ്പോൾ വീണ്ടും ഇങ്ങനെ നോക്കും. അപ്പൊ ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അനു വോയിസ് കൂട്ടുന്നത്. അപ്പൊ ഞാൻ വീണ്ടും ഇങ്ങനെ നോക്കും. അത് കഴിയുമ്പോഴത്തേക്കും താനെ കൂളാകും. അത് കഴിയുമ്പോ അനുവിന് തന്നെ ഒരു ഇത് വരും. നമ്മൾ ഈ അശ്രദ്ധ അല്ലെ അതുകൊണ്ടൊക്കെ മറന്നു പോകുന്നതാണ്. ആക്ച്വലി നമുക്കിപ്പം ആ സമയത്തൊന്നും എനിക്ക് സിനിമയില്ല, അനുവായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അനുവിന്റെ ശമ്പളത്തിലായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ആക്ച്വലി പറഞ്ഞ പോലെ രാവിലെ എണീറ്റ് മോളെ വിടാം, പക്ഷെ അനുവാണ് എണീറ്റുകൊണ്ടിരുന്നത്. എന്നിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് മാത്രം ഞാൻ കൊണ്ടാക്കും. ഓക്കെ, എന്നുവെച്ചാൽ അനുവിന് റെഡി ആവണമല്ലോ ഓഫീസിൽ പോകാൻ വേണ്ടിട്ട്. അതിനുശേഷം പിന്നെ ബസ് നമ്മുടെ ഗേറ്റിന്റെ അവിടെ വരാൻ തുടങ്ങി. ഇവള് കുറച്ച് വലുതാവുകയും ചെയ്തു. അപ്പൊ പിന്നെ ഒന്നും നോക്കണ്ട, ഞാനിപ്പോ എന്റെ തോന്നിയ ദിവസം പോലെ എണീക്കുന്നതൊക്കെ മനസ്സിലായില്ല. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ഉഴപ്പനായിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ ഞാൻ സിനിമയെ പറ്റി ഭയങ്കര ബോധോടായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ എത്ര ലേറ്റ് ആയിട്ട് എണീറ്റാലും ഞാൻ തലേ ദിവസം മറ്റേ സെയിൽസ് പോലെ ഞാൻ കുറിച്ചു വെക്കും, ഇന്ന് ഇവരെ വിളിച്ചാണ് ഞാൻ ചോദിക്കേണ്ടത്, ഇന്ന് ഇവരെ വിളിച്ചാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വിളിച്ച ആൾക്കാർ ഈ ആഴ്ച വിളിക്കില്ല, അതിൽ ഒരാഴ്ച 10 ദിവസത്തെ ഗ്യാപ്പ് കൊടുക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നിരന്തരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കാര്യം അനുവിന് അറിയായിരുന്നു, ഞാൻ ഭയങ്കര പെർസിസ്റ്റന്റ് ആണ്, ഞാൻ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അത് അനുവിന്റെ വീട്ടുകാർക്കും അറിയായിരുന്നു. ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. വീട്ടുകാർ അറിയാലോ, വീട്ടുകാരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പൊ ഇതാണ് അൾട്ടിമേറ്റ്ലി അനു ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കും. എന്റെ കുഴപ്പമാണെങ്കിൽ മാക്സിമം എന്റെ കുഴപ്പമായിരിക്കും. അവിടെ കണ്ടും കൊണ്ടുള്ള ഗെയിമിംഗ് ആണ്. ഓക്കെ, സമയം വല്ലാണ്ട് വൈകണം, അതുകൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ആൻഡ് വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. ജൂലൈ 18 ഫ്ലാസ്ക് തിയേറ്ററിലേക്ക് എത്തുന്നു. സൈജുവിന്റെ എല്ലാ മൂവീസും ഇപ്പൊ തിയേറ്ററിനെക്കാട്ടിലും വൻ സൂപ്പർ ഹിറ്റ് ആവുന്നത് OTT പ്ലാറ്റ്ഫോമിലാണ്. ഫ്ലാസ്ക് അതൊക്കെ തിരുത്തി കുറിക്കട്ടെ. നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ സുരേഷയുടെ തുടക്കത്തിലെ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഫ്ലാസ്കിന്റെ കൂടെയുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ തിയേറ്ററിൽ കാണാൻ പറ്റട്ടെ. ഇത് തിയേറ്റർ ഹിറ്റ് തന്നെ സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് വിഷ് ചെയ്യണു. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു രമ്യ. താങ്ക് യു.